നൂതന കൃഷിരീതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കാർഷിക പരിശീലന കേന്ദ്രങ്ങൾ നാടിന് ആവശ്യമാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കർഷകർക്ക് പരിശീലനം നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കൃഷിയിടങ്ങളിൽ പന്നിശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നൂതന കൃഷിരീതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കാർഷിക പരിശീലന കേന്ദ്രങ്ങൾ നാടിന് ആവശ്യമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പണ്ടെല്ലാം കർഷകരിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒരു പുതിയ വിത്ത് കൊണ്ടുവരുന്നു, അത് നല്ല വിളവ് കിട്ടുന്നു, നല്ല വില കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കും അതൊന്ന് പരിശീലിച്ചാലോ എന്ന് കർഷകർ നോക്കുന്നു. ഇങ്ങനെയാണെല്ലാം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. പക്ഷേ ഇപ്പോൾ കാലങ്ങൾ അങ്ങനെയല്ല. നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ പുതിയ രീതികൾ, പുതിയ കൃഷി രീതികൾ, പുതിയ വിളകൾ അതെല്ലാം കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളുണ്ട്. വകുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. കാർഷിക സർവകലാശാല ഈ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് ഇതേപോലെയുള്ള പരിശീലന കേന്ദ്രങ്ങളും പരിശീലന പരിപാടികളും അത്യന്താപേക്ഷിതമാണ്. കർഷകരുടെ കുടുംബങ്ങളുടെ കണക്കെടുത്താൽ അത് രാജ്യത്തെ ഏറ്റവും ഭൂരിപക്ഷവുമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയെ ഒരു കാർഷിക രാജ്യം എന്ന് വിളിക്കുന്നത് തന്നെ. കൃഷി ചെയ്യുന്നവർ നമ്മൾ കാണുമ്പോൾ കുറച്ചുപേരെ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മളെല്ലാവരുമാണ്. കാരണം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. ഭക്ഷണത്തിൻ്റെ 95% കൃഷിയിൽ നിന്നാണെന്നുള്ളത് കൊണ്ട് ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി സമൂഹവും സർക്കാരുകളും കൃഷിയെ കാണേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രാദേശിക ഭരണകൂടം, പ്രാദേശിക സർക്കാർ എന്ന പട്ടികയിൽ വരുന്ന നമ്മുടെ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലൊരു സംവിധാനത്തെ കൂടി ഒരുക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കർഷകർക്ക് പരിശീലനം നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടുണ്ട്. മാറുന്ന കാലത്ത് സ്മാർട്ട് ഫാമിംഗ് പോലെയുള്ള നൂതന കൃഷിരീതികളാണ് പിന്തുടരേണ്ടത്. ഇക്കാര്യത്തിൽ സമൂഹവും സർക്കാരും ഒരുപോലെ കാർഷിക മേഖലയിൽ ശ്രദ്ധ ചെലുത്തണം. കൃഷിയിടങ്ങളിൽ പന്നിശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. 2024-2025 സാമ്പത്തിക വർഷം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിനെ പദ്ധതി നിർവഹണത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ച നിർവഹണ ഉദ്യോഗസ്ഥരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. MS അരുൺകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും പുറകിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അതെല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ചേർന്നതുകൊണ്ട് ഒരു പുറകിൽ നിന്ന് മുന്നിലേക്കുള്ള ഒരു നല്ല യാത്ര നടത്താൻ സാധിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ G വേണു, B വിനോദ്കുമാർ, T രോഹിണി, സ്വപ്ന സുരേഷ്, K ദീപ, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G പുരുഷോത്തമൻ, സ്ഥിരസമിതി അധ്യക്ഷരായ K സുമ, AM ഹാഷിർ, R സുജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തി, സിനു ഖാൻ, S ബൃന്ദ, ശ്യാമളാദേവി, പ്രസന്ന, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ, ജ്യോതിഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജയദേവ്, ഭരണിക്കാവ് ബ്ലോക്ക് BDO CV അജയകുമാർ, നോഡൽ DC മായ ഗോപാലകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P രാജശ്രീ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനൂജ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, ചാരുമൂട്.